ഹലോ, ഗുഡ് മോർണിംഗ്. വിച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആതിര. ഞാൻ ഇന്ന് എൻ്റെ പേര് പരിചയപ്പെടുത്താൻ കാരണമുണ്ട്. എൻ്റെ വീഡിയോസിൽ സബ്സ്ക്രൈബായിട്ടുള്ള ആളുകൾക്കായാലും അല്ലാതുള്ളവർക്കായാലും എൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. എല്ലാവർക്കും വിച്ചൂസ് വേൾഡ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി എൻ്റെ പേര് ഞാൻ പറഞ്ഞത്. എൻ്റെ പേര് ആതിര എന്ന്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഞായറാഴ്ചത്തെ വ്ളോഗാണ്. ഒരു ഞായറാഴ്ച കഴിഞ്ഞ് അതിൻ്റെ വ്ളോഗ് ഞാൻ ഇട്ടതേ ഉള്ളൂ. അപ്പോഴത്തേക്കും അടുത്ത ഞായറാഴ്ച ഇങ്ങ് എത്തി. എല്ലാ ദിവസങ്ങളും പെട്ടെന്നാണ് പോകുന്നത്. അറിയില്ല എങ്ങോട്ടാണ് ഈ ദിവസങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത്. എന്തായാലും പുതിയൊരു ഞായറാഴ്ചയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇന്ന് സ്പെഷ്യൽ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ഞായറാഴ്ചയും ഞാൻ എന്തെങ്കിലും മീനോ പൊതുവെ മീൻ കാണും. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ വാങ്ങിക്കുന്നത് വല്ലപ്പോഴും എന്നല്ല, മാസത്തിൽ അങ്ങനെ വാങ്ങിക്കാനും ചില സമയങ്ങളിലൊക്കെ വാങ്ങിക്കാറുള്ളൂ. അപ്പം ഞാൻ മീനൊക്കെ വാങ്ങിച്ചു വെക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ മീൻ വാങ്ങിച്ചിട്ടില്ല. കാര്യം തലേന്ന് മീൻ മേടിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ മീൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്ലാനിങ് തലേന്ന് രാത്രി ഞാൻ എന്തായാലും സെറ്റാക്കി വെക്കും. അപ്പോൾ ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് മീൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മീൻ കിട്ടൽ കുറവാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ മീൻ മേടിക്കാനായിട്ട് പോവാനും മെനക്കെട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നോക്കിയിട്ട് രാവിലെ കാപ്പിക്കായാലും നമ്മൾ ഈ ഞായർ ശനി ദിവസങ്ങളിലായിരിക്കും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട്, അല്ലെങ്കിൽ എല്ലാം ദോശ, ഇഡലി, അപ്പം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ബൂരിയും നമ്മുടെ കിഴങ്ങ് കറിയല്ലേ, ബൂരിയും മസാലക്കറി. നമ്മൾ അവിടെ കടകളിൽ ചെല്ലുമ്പോൾ ബൂരിയും മസാലക്കറി ആയിട്ടാണല്ലോ തരുന്നത്. മസാല അങ്ങനെ എന്തോ ആണല്ലോ അതിൻ്റെ പറയുന്നത്. എന്തായാലും ഞാൻ കിഴങ്ങ് കറി എന്ന് പറയുന്നു. അപ്പം ബൂരിയും കിഴങ്ങ് കറിയാണ് ഇന്ന് രാവിലത്തെ കാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബൂരിക്കുള്ള ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ അരി അടപ്പയിലിടുക, അതൊരു ഡ്യൂട്ടിയാണ്. ഫസ്റ്റ് ചെയ്യുന്ന ഡ്യൂട്ടി അതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നേരെ ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് നമ്മൾ കിഴങ്ങ് കറിയെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ബൂരിയും കൂടി അങ്ങ് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ബൂരി പരത്തി വെച്ചിരുന്നത് കൊണ്ട് തന്നെ എളുപ്പമാണല്ലോ. എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഞാൻ പരത്തി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് എടുത്തങ്ങ് ചുട്ടെടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ബൂരിയെല്ലാം നമ്മൾ ചുട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ബൂരി ഒരു സൈഡിൽ ഇങ്ങനെ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ നമുക്ക് 1-ാം തീയതി ആണല്ലോ, വൃശ്ചികം 1 അപ്പം ഞാൻ കരുതി വീടെല്ലാം ഒന്ന് വൃത്തിയാക്കാം. 1-ാം തീയതി എന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാവരും തലേ ദിവസം വൃത്തിയാക്കാറുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഒന്ന് വൃത്തിയാക്കാം എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ജോലി തീർക്കണമല്ലോ. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു നമ്മൾ മീൻ വാങ്ങിച്ചിട്ടില്ലാന്ന്. അപ്പോൾ എന്തെങ്കിലും ഒരു കറി വേണമല്ലോ. അപ്പോൾ കുറച്ച് രസം ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ പച്ച അരച്ച് വെക്കുന്ന തീയലുണ്ടല്ലോ, അപ്പോൾ അത് വെക്കാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങും അതേപോലെ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം എടുത്തോളൂ. പിന്നെ ഒരു മുരിങ്ങക്കായും തക്കാളിയും സവാളയും എല്ലാം കൂടി ഇട്ട് നമുക്കൊരു ചെറിയ തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് വറുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഇത്രയും കൂടി ഒരുമിച്ച് തന്നെ ഇടുകയാണ്. നമ്മുടെ ഒരു ഉരുളക്കിഴങ്ങ്, തക്കാളി, അതേപോലെ പിന്നെന്തായിരുന്നു സവാള, മുരിങ്ങയ്ക്ക, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമ്മൾ മീൻ അരച്ച് വെക്കില്ലേ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, അതേപോലെ കുറച്ച് പുളി, ഇത്രയും കൂടി നന്നായിട്ട് അരച്ചതിന് ശേഷം അത് ഇതിനകത്തേക്ക് ഒഴിച്ച് ആവശ്യാനുസരണം നമുക്ക് എത്രയാണോ അരപ്പ് വേണ്ടുന്നത്, ചാറായിട്ട് വേണമെങ്കിൽ അങ്ങനെ, അല്ല പറ്റിച്ച് മതി എങ്കിൽ അങ്ങനെ, ഏത് രീതിയിലാണോ വേണ്ടുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് വേവിക്കാനായിട്ട് നമ്മൾ സ്റ്റൗവിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അന്നേരത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി വെക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് നിന്നു. നമുക്ക് ജോലികൾ ഒരുപാടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ജോലി ഫുള്ള് തീർക്കണം എന്നുള്ളൊരു പ്ലാനിലായതുകൊണ്ട് എല്ലാം പെട്ടെന്നാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇങ്ങനെയല്ല കേട്ടോ, ഇത് വീഡിയോ ഫാസ്റ്റ് ആക്കിയിട്ടേക്കുന്നതെന്നുള്ളൂ, ഇത്രയും പെട്ടെന്നൊന്നും അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ
പാത്രങ്ങളെല്ലാം അത്യാവശ്യമുള്ളതെല്ലാം ഒരേപോലെ അങ്ങ് കഴുകി മാറ്റാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നു ഉച്ചയ്ക്ക് രസമുണ്ട്, അപ്പോൾ ഈ തീയലും ഉണ്ടല്ലോ, അപ്പം പിന്നെ ഇനി പ്രത്യേകിച്ച് കറികളൊന്നും വെക്കേണ്ട കാര്യമില്ല, അത് തന്നെ ധാരാളമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊന്നും വെക്കാനും മെനക്കെടാനും ഒന്നും പോയിട്ടില്ല. അപ്പോൾ അതിൽ അങ്ങ് ഒതുക്കാം എന്നുള്ളൊരു വിചാരമാണ്. അപ്പം പിന്നീട് അതിന് ശേഷം അവിടെ എല്ലാ പാത്രങ്ങളെല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തു, വൃത്തിയാക്കി. പിന്നെ തുടച്ച ആ തുണിയും എല്ലാം ഒക്കെ ഒന്ന് കഴുകി, ആ സിങ്കെല്ലാം നല്ല വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകിയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ആ സിങ്കെല്ലാം നന്നായിട്ട് സോപ്പിട്ട് ഞാൻ എല്ലാ ദിവസവും തന്നെ, നമ്മൾ രാത്രിയിലും സോപ്പിട്ട് തന്നെ കഴുകുമെങ്കിൽ നമ്മൾ അന്നേരം കഴുകുമ്പോൾ നല്ല രീതിയിൽ അത് വേസ്റ്റ് എല്ലാം വീഴുമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ തുണിയും ഒന്ന് കഴുകി അവിടെ തന്നെ ഞാൻ അങ്ങ് നൂത്തിട്ടു. അപ്പോഴത്തേക്കും തീയൽ സെറ്റായിട്ടുണ്ട്. അതിലൊരു ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നത് കൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ട് പരുവത്തിനാക്കി. ഞാൻ കുറച്ച് ഒരുപാടൊന്നും ലൂസാക്കിയല്ല വെക്കുന്നത്, ഞാൻ കുറച്ച് ചെറിയ രീതിയിൽ ചാറോടാണ് ഞാൻ വെച്ചേക്കുന്നത്. അതിനുശേഷം അത് അടച്ചു വെച്ച് അവിടെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ വിചാരിച്ചു നമ്മുടെ ചവിട്ടികളുണ്ടല്ലോ, ചവിട്ടികളെല്ലാം ഒന്ന് കഴുകിയിടാം. അതിന് വേണ്ടിയില്ല, നാലെണ്ണം അങ്ങോട്ട് ഉള്ളതായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നേരെ കൈ കൊണ്ട് അല്ലാതെ കഴുകിയതാണ്, നമുക്ക് വാഷിംഗ് മെഷീൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി കഴുകി നേരെ കൊണ്ടുവന്ന് മേളിലേക്ക് തന്നെ നൂത്തിട്ടു. അതിന് ശേഷം നേരെ ഞാൻ കോഴിക്ക് തീറ്റ കൊടുക്കാനാണ് വേണേ. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇടയിൽ കൂടെ ഇറങ്ങാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യം കൂടി അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് തീറ്റ കൊടുക്കാനുള്ള എല്ലാം കൊടുക്കാനായിട്ട് പോയി. അതിന് ശേഷം ഞാൻ വന്ന് നേരെ കഴിക്കാനിരുന്നു. ഇന്ന് പഠിത്തമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തന്നെ കഴിച്ചത്. അപ്പോൾ ഉണ്ണിക്കുട്ടന് ഒരെണ്ണമാണ് പൊതുവേ അവൻ തിന്നാറുള്ളത്. ഇന്ന് ഭൂരി ആയതുകൊണ്ട് 2 എണ്ണം കഴിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ നേരെ നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ ഈ പുല്ലിൻ്റെ ചവിട്ടിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതൊന്ന് ഞാനൊന്നിച്ചിരി കഴുകുന്നില്ല, ഒന്നിച്ചിരി വെള്ളം ഒഴിച്ച് അതിനകത്ത് മണ്ണ് വല്ലതും ഉണ്ടെങ്കിൽ കളയാമെന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ നൂത്തിട്ടിട്ട് അതിനകത്ത് മണ്ണ് കളയാണ്. അതിനും വേണ്ടി വെള്ളമൊന്നും ഒഴിച്ചില്ല, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ. ഊക്കിന് വെള്ളം ഒഴിച്ചാൽ കിണറ്റിനകത്തേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ഭാഗത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇത് നേരെ കൊണ്ടുവന്ന് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടിടാമെങ്കിൽ നല്ല രീതിയിൽ വെയിലുണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. അപ്പോൾ അത് ഒന്ന് സെറ്റാക്കി വെക്കാമെങ്കിൽ, രാവിലെ തന്നെ ആക്കി വെക്കാമെങ്കിൽ വൈകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ നമുക്കത് പറക്കിയിടാം. അപ്പോൾ ഇനി നമ്മൾ വൃത്തിയാക്കലേക്ക് പോവുകയാണ്. നമ്മൾ ഹാളിൽ നിന്ന് തുടങ്ങുകയാണ് എല്ലാ പരിപാടികളും. ഞാൻ സിറ്റ് ഔട്ട് വൃത്തിയാക്കി കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ വിചാരിച്ചു ഹാള് വൃത്തിയാക്കുന്ന മുതലെടുക്കാം, സിറ്റ് ഔട്ട് വൃത്തിയാക്കാൻ അതിന് വേണ്ടി ഒന്നുമില്ലായിരുന്നു, തൂത്തെടുത്താൽ മതിയായിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഹാളിലും വലിയ പൊടികളോ കാര്യങ്ങളോ ഒന്നുമില്ല, എങ്കിലും ഞാൻ നല്ല വൃത്തിയായിട്ട് തന്നെ ഡീപ്പായിട്ട് തന്നെ ഞാൻ മൊത്തം വലകളൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചു തൂക്കാമെന്ന് വിചാരിച്ചു. വലകളൊന്നുമില്ല കേട്ടോ, വലകളെല്ലാം അങ്ങനെ വരത്തില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് വൃത്തിയാക്കി പോകുന്നത് കൊണ്ട് തന്നെ വലകളും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ വീട് മുഴുവനായി വൃത്തിയാക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ തുടയ്ക്കാനുള്ള ഭാഗങ്ങളും തുടയ്ക്കുന്നുണ്ട്. കതക്, ജനൽ ഒന്നുമില്ലാതെ എല്ലാം വൃത്തിയാക്കുന്നുണ്ട്. അതുപോലെ ഞാനിപ്പോൾ വൃത്തിയാക്കുമ്പോൾ സോഫയൊന്നും മാറ്റി വൃത്തിയാക്കുന്നില്ല കേട്ടോ. കാരണം വ്യാഴാഴ്ച മോന് സ്കൂളിൽ പോകണ്ടായിരുന്നു. മൂത്തവന് സ്കൂളിൽ വിച്ചുവിന് സ്കൂളിൽ പോകണ്ടായിരുന്നു. അപ്പം ഞാനും കൂടെ നിന്ന് ഈ സോഫയും പിന്നെ ടി വി ഇരിക്കുന്ന ടേബിളും എല്ലാം എടുത്തു മാറ്റി, സോഫയൊക്കെ ഞങ്ങൾ വെളിയിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇവിടെ എല്ലാം തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കിയതായിരുന്നേ. അതുപോലെ ടി വിയുടേതും നമ്മൾ മാറ്റിയതിന് ശേഷം അവിടെ നിന്നെല്ലാം അവൻ്റെ അടിയിലൊക്കെയുള്ള എല്ലാം തൂത്തുവാരി എല്ലാം തുടച്ചിട്ടേക്കാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ ധൈര്യമുണ്ട്. വലിയ ചപ്പും ചവറും നമ്മൾ അതിനകത്ത് ഇല്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും മാറ്റി അതിനകത്ത് വല്ലതും ഉണ്ടോയെന്നൊന്നും ഞാൻ നോക്കാൻ പോയില്ല. കാര്യം ഞാൻ 2 ദിവസം ആയതേ ഉള്ളൂ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട്. അതുകൊണ്ട് അതൊന്നും ചെയ്തില്ല. ഞാൻ അന്ന് എല്ലാം മാറ്റി വൃത്തിയാക്കി എന്നല്ലാതെ ജനൽ തുടയ്ക്കാനോ ഒന്നും ചെയ്തില്ല. അവിടെ എല്ലാം ഒന്ന് മാറ്റി ഒന്ന് തുടച്ചിട്ടു എന്നേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്കത് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ അത് ഞാൻ പരമാവധിയും അതുകൊണ്ട് ഞാൻ സോഫയുടെ അടിയിൽ ഒന്നും ചെയ്യാൻ പോയില്ല. അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടേക്കുന്നതുകൊണ്ട് പൊതുവേ ഞാനൊന്നും ചെയ്യാൻ പോയില്ല. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കിയാൽ മതിയല്ലോ.
അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ടേബിളും അതേപോലെ സോഫയുടെ സൈഡും ജനലും ടി വിയും അതേപോലെ എല്ലാ സംഭവങ്ങളും എല്ലാ മുറിയിലെയും കതകുകൾ, ജനലുകൾ, ഡൈനിങ് ടേബിളായാലും കസേരകളായാലും ഫുള്ള് ഞാൻ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് വൃത്തിയാക്കൽ പരിപാടിയിലേക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാം. എപ്പോഴും ഇങ്ങനെ നമ്മൾ വോയിസ് ഓവർ ചെയ്യാനും വേണ്ടി എല്ലാം ഇങ്ങനെ പ്രത്യേകം പറയാനും വേണ്ടി ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇത്രയും സംസാരിക്കുന്നുള്ളൂ, വോയിസ് ഓവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്കിനി ബാക്കി ക്ലീനിങ് കണ്ടിട്ട് വരാവേ.
അപ്പോൾ ബാക്കി ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഇനി നേരെ നമ്മുടെ ബെഡ്റൂമിലേക്ക് എത്തി. ബെഡ്റൂമും അതേപോലെ സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ വലിയ പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അടിച്ചു തൂക്കാനും വേണ്ടിയുള്ള പൊഹേറോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അത്യാവശ്യം കുറച്ച് ഒന്ന് തട്ടി അത്രയേ ഉള്ളൂ, ഒരു സമാധാനത്തിന് വേണ്ടി തട്ടി. എന്നിട്ട് പിന്നെ നമ്മുടെ ബെഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് കട്ടിലിൻ്റെ മേളിൽ കയറിയെന്ന് നമ്മുടെ ഫാനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. ഫാനിൽ നല്ല പൊടിയുണ്ടായിരുന്നു കേട്ടോ. കാര്യം നമ്മൾ ഫാൻ അങ്ങനെ സ്ഥിരമായിട്ട് അടിച്ചു തൂക്കുന്ന കൂട്ടത്തിലല്ലല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ മാത്രമേ ഫാൻ ക്ലീൻ ചെയ്യാറുള്ളല്ലോ. അതുകൊണ്ട് ഞാൻ ഫാനിൽ നല്ല രീതിയിൽ പൊടിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാൻ ഒന്ന് ക്ലീൻ ആക്കാൻ ഇച്ചിരി ടൈം എടുത്ത് പിന്നീടാണ് ഞാൻ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തൂത്ത് തുടച്ച് ഈ അലമാരയൊക്കെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8-9 വർഷത്തോളമായി ഈ അലമാര എൻ്റെ കൂടെ കൂടിയിട്ട്. അപ്പോൾ അതിന് ഡാമേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചെറുതായിട്ട് കളർ മങ്ങിയിട്ടേ ഉള്ളൂ, അല്ലാതെ ഡാമേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് കളയാതെ വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ആ കട്ടിലും എല്ലാം ഒന്ന് തൂത്തുവാരി അവിടെ എല്ലാം ഒന്ന് സൈഡെല്ലാം ഒന്ന് തുടച്ചിട്ടുണ്ടേ. അത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെത്ത എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് ബാക്കിയുള്ളവിടെ എല്ലാം ഒന്ന് തൂത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആ സൈഡിലിരിക്കുന്ന ആ എന്താ പറയുന്ന ഒരു കബോർഡുണ്ടല്ലോ, മറ്റേ ഒരു പിങ്ക് കളറിൽ ഒരു ഷിങ്കാറ് കളർ കബോർഡ് ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചത്, എന്തോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അങ്ങനെ എന്തോ ഓൺലൈനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അത് ഏകദേശം ഒരു 800-600 ആ സംതിങ് റേഞ്ചിലൊക്കെ കിട്ടും. നമ്മുടെ ഷൂ റാക്കാണത്, ചെരുപ്പുകളൊക്കെ വെക്കാനുള്ള ഒരു റാക്കാണ്. പക്ഷേ ഇത് നമുക്ക് ചെരുപ്പുകൾ വെക്കുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. കാര്യം ചെരുപ്പുകൾ എന്ന് പറയുമ്പോൾ ഇച്ചിരി ബലമുള്ള ഐറ്റംസ് അല്ലേ. ഈ ചെരുപ്പുകൾ വെക്കുമ്പോൾ അതിൻ്റെ അതിനകത്ത് ചെറിയ പിന്നെ എന്താ പറയുന്നത്, അതിനകത്ത് ചെറിയ ഇതുണ്ട്, എന്താ ഒരു വടി പോലെ സംഭവങ്ങളുണ്ട്, അപ്പോൾ പൈപ്പ് പോലെ. അപ്പോൾ അത് ചെരുപ്പ് വെക്കുമ്പോൾ തുണി വെച്ചിട്ടത് ബലത്തിൽ നിൽക്കുന്നില്ല. അപ്പം പിന്നെ ചെരുപ്പുകൾ വെച്ചാൽ അത് ബലത്തിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ കുറച്ച് തുണി വെക്കുമ്പോഴത്തേക്കും അത് ഇളകി വീഴുകയാണ് ചെയ്യുന്നത്. ചെരുപ്പുകൾ വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്ന്. അതിനേക്കാൾ നല്ലത് തുണികൾ വെക്കാൻ തന്നെയാണ്. നമ്മുടെ പഴയ തുണികളല്ല, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തുണികൾ നമുക്ക് അടുക്കി പറക്കി വെക്കാവുന്ന ഒരു സ്പേസായിട്ട് എനിക്കത് തോന്നി. അപ്പോൾ അത് നല്ലതാണ് കേട്ടോ. താല്പര്യമുള്ളവരതൊന്ന് വാങ്ങിച്ചു നോക്ക്. നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ കബോർഡുകൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു ചെറിയ സ്റ്റോറേജ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഈ ഇരിക്കുന്ന സ്റ്റോറേജ് ബോക്സ്, അത് 4 കബോർഡുകളാണുള്ളത്. അതിനകത്ത് 4 സ്റ്റോറേജ് ഇതായിട്ടാണുള്ളത്. അതിൽ മേളിലത്തെ തട്ടിൽ എൻ്റെ വളകളാണ്, കുപ്പിവളകൾ ഞാൻ എടുത്ത് മേളിലത്തെ തട്ടി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം കൊച്ചുങ്ങളുടെ മരുന്നുകളാണ്. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന മരുന്നുകളെല്ലാം അതിനകത്ത് സ്റ്റോർ ചെയ്ത് ഞാൻ അവിടെ വെച്ചേക്കാണ്. അപ്പോൾ അതും നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് അതും മേടിച്ചത്. അപ്പോൾ അത് 2 നല്ല പ്രൊഡക്റ്റുകളാണ് കേട്ടോ. ഞാൻ കിട്ടുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുത്തേക്കാവേ. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് നീക്കി മാറ്റിയതിന് ശേഷം അവിടെ എല്ലാം ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കുന്നുണ്ട്. ഞാൻ മിക്കവാറും എല്ലാം അങ്ങനെ തൂത്ത് വാരുന്നതുകൊണ്ട് അത്ര വലിയ പൊടിയില്ല. പിന്നെ ആ ഫാനിൻ്റെ മേളിൽ നിന്ന് വീണ പൊടികളാണ് അതിനകത്തുള്ളത്, അല്ലാതെ തറയിലെങ്ങും വലിയ പൊടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ കതക് അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ബെഡ്റൂമിൻ്റെ ഡോറ്, അതിലും വലിയ പൊടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്നതാകുമ്പോൾ നമ്മൾ ചെറിയൊരു ഇത് കാണുമ്പോൾ, ഒരു വല കാണുമ്പോഴേ നമ്മൾ അന്നേരം അങ്ങ് തൂത്ത് മാറ്റും, നമ്മളത് വൃത്തിയാക്കി പോകും. അതുകൊണ്ട് തന്നെ അത്ര വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും എനിക്കത് തോന്നിയില്ല. അങ്ങനെ ഇല്ലായിരുന്നു. എൻ്റെ ബെഡ്റൂമിൽ എന്ന് പറയുന്നത് ആ ഫാനിനകത്തുനിന്നുണ്ടായിരുന്ന പൊടികൾ മാത്രമേ അത്യാവശ്യമുള്ളായിരുന്നു. ബാക്കിയൊന്നും അങ്ങനെ വലിയ പൊടികളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ബെഡ്റൂം കഴിഞ്ഞ് നേരെ അങ്ങ് അടുക്കളയിൽ പോയി. അടുക്കള ഞാൻ അങ്ങനെ ഒത്തിരി ഒന്നും ഒതുക്കാൻ പോയില്ല കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ ഇരുന്നത് മാറ്റി ഒതുക്കി വെച്ചിട്ട് ആ സൈഡ് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തതേ ഉള്ളൂ. അല്ലാതെ ഈ പാത്രങ്ങളെല്ലാം എടുത്തു മാറ്റി ഓരോന്നും എടുത്ത് തുടയ്ക്കുകയോ വൃത്തിയാക്കുകയോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. കാരണം അതിന് വേണ്ടി ചപ്പും ചവറൊന്നും ആയിട്ടില്ല. കാര്യം നമ്മൾ പാത്രങ്ങളെല്ലാം അന്നേരം കഴുകി മാറ്റി വെക്കുന്നതായതുകൊണ്ട് തന്നെ അവിടെ അത്ര വലിയ രീതിയിലുള്ള കരടുകളോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വിധത്തിൽ ഞാൻ അവിടെ അടുക്കളയിൽ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം കരട് തോന്നിയിടത്തെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം
അതിനുശേഷം നമ്മുടെ അടുക്കളയ്ക്ക് 2 ഡോറാണ്. ഒന്ന് ഡൈനിങ് റൂമിൻ്റെ അവിടെ നിന്ന് കയറി വരുന്ന ഒരു ഡോറും പിന്നെ ഒരു വർക്ക് ഏരിയയിലേക്ക് പോകുന്ന 2 ഡോറും. സത്യത്തിൽ ഒരു ഡോറിൻ്റെ ആവശ്യമുള്ളായിരുന്നു, ആ ഇടയ്ക്കുള്ള ഡോറിൻ്റെ ആവശ്യമില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ ഈ കതക് വെക്കുന്ന ആൾ പറഞ്ഞു, ഇല്ല അത് അവിടെ അങ്ങനെ വേസ്റ്റായിട്ട് പോകും, അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വൃത്തികേടാണ്, കട്ടള വെച്ചതല്ലേ വൃത്തികേടാകും, അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അത് വെച്ചത്. പക്ഷേ പാലുകാച്ചിന് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരേ ഒരു കാര്യം, ആ കതക് വെറും വേസ്റ്റാണ്, ആ കതക് വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. ഒരേപോലെ എല്ലാവരും പറഞ്ഞ നെഗറ്റീവ് ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു സംഭവമാണ്, ആ കതകിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ള കാര്യം. പോട്ടെ, എന്തായാലും ആ കതകൾ 2 ഉണ്ടായിരുന്നു, അത് 2 ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം നേരെ നമ്മൾ വെളിയിലേക്കുള്ള ഡോറ്, അതാണ് ഇനിയുള്ളത്. അത് ഇച്ചിരി ടാസ്ക്കായിരുന്നു. കാര്യം നല്ല രീതിയിൽ പൊടിയുണ്ടായിരുന്നു. പൊടിയെന്ന് മാത്രമല്ല, അവിടെയാണല്ലോ നമ്മൾ അടുപ്പ് വച്ചിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ പുകയും കൂടി അടിച്ചുള്ള ഒരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ കളർ വ്യത്യാസം മങ്ങലായിരുന്നു, ഒരു കരിയോ എന്തോ. നമ്മളിൽ അടുപ്പിൽ കൈ വെച്ചിട്ട് എന്നില്ല കഥ തുറക്കുമ്പോഴും ഒക്കെ അവിടെ ഇവിടെയൊക്കെ കരി പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല രീതിയിൽ ചപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം ഞാൻ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒന്ന് ഒതുക്കി ആക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാനത് തുടച്ചെടുത്തിട്ട് ഈ സമയത്തും അരി അടപ്പേ കിടക്കുകയാണ് കേട്ടോ. ചോറ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ചോറ് ആയിട്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ കതകും കൂടി വൃത്തിയാക്കിയിട്ട് ഞാൻ പോകുമ്പോൾ ചോറ് മാറ്റി വെന്തത് അടച്ചിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോഴത്തേനും ചോറ് വെന്ത് പരുവായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനുശേഷം നേരെ ഞാൻ തുടയ്ക്കാൻ പോവുകയാണ്. തുടയ്ക്കുന്ന ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം വീഡിയോ എടുക്കുമ്പോൾ സമയം പോകുന്നായിരുന്നു. പിള്ളേരെ ട്യൂഷനും ഉണ്ടാക്കിയേക്കാണ്, അപ്പോൾ അവന്മാരെ വിളിച്ചുകൊണ്ട് വരേണ്ട സമയമായി വരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് തുടച്ച് മാറ്റാമെങ്കിൽ അവർ വരുമ്പോഴത്തേക്കും ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ, ഇല്ലെങ്കിൽ മൊത്തവും ചവിട്ടിത്തേക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞാനങ്ങ് തുടച്ച് പോയി. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. ഞാൻ കുറച്ച് ഭാഗത്ത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ. ബാക്കി വീഡിയോ തുടയ്ക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫുള്ള് വൃത്തിയാക്കി. അപ്പോഴത്തേക്കും പിള്ളേർ വന്നായിരുന്നു. ഞാൻ ഫുള്ള് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പോയി പിള്ളേരെ വിളിച്ചുകൊണ്ട് വന്നു. അതിന് ശേഷമാണ് ഞാൻ പിന്നെ നേരെ തുണി കഴുകിയിടാണ്ടായിരുന്നു. നമ്മൾ കുറച്ച് തുണികളെല്ലാം കൂടി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയിടാനായിട്ട് പോയി. അങ്ങനെ അത് അതെല്ലാം കഴുകി മേളിൽ നൂത്തിടാനായിട്ടാണ്. ആ സമയം കൊണ്ട് ഞാൻ പിള്ളേർക്ക് താഴെ ചോറ് കൊടുത്തിട്ടാണ് വന്നത്. തുണി കഴുകി കൊണ്ടുവന്ന് മേളിൽ കയറുന്ന സമയം കൊണ്ട് ഞാൻ പിള്ളേർക്ക് ചോറും കൊടുത്തായിരുന്നു. ചോറ് അവരവിടെ നിന്ന് കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ തുണിയെല്ലാം മടക്കിയിടാം. അപ്പോഴത്തേന് സമയം ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന സമയം എന്ന് പറയുന്നത് 1 മണിയായി. അപ്പോഴത്തേന് സമയം 1 മണി 1:30 ഞാൻ തുണി കഴുകിയിട്ട് വന്നപ്പോഴത്തേക്ക്. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ അന്നേരം അങ്ങ് കൊടുത്തു. അവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു, നമുക്ക് പിന്നെ കഴിച്ചാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനത് എടുത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ നേരെ വന്ന് തുണി നൂത്തിടുന്നത്. അപ്പം ഞാൻ തുണി നൂത്തിടുന്നതുകൊണ്ട് എൻ്റെ കൂടെ വരുന്നു എന്നും പറഞ്ഞ് ഇതാണ്ട് ഇനി മേളിലേക്ക് ചോറുമായിട്ട് മേളിൽ വന്നിരിക്കുന്നത് ഞാൻ പിന്നെ കാണുന്നത്. സമയം കാലായി. അയ്യോ, ചോറ് കഴിക്കട്ടെ, ചോറ് കഴിച്ചിട്ട് ബാക്കി കാണാം. കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ ചോറ് കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ നേരെ നമ്മുടെ അടുത്തുള്ള യുവശക്തി ക്ലബ്ബിൽ ശിശുദിനത്തിനോടനുബന്ധിച്ച് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അവിടെ കുട്ടികൾക്ക് ഉപന്യാസം, അതേപോലെ ആസ്വാദനക്കുറിപ്പ്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് നമ്മൾ കൂടെ നിന്ന് കുട്ടികൾക്കെല്ലാം ഒരു പ്രോത്സാഹനമായിട്ട് എല്ലാമൊക്കെ ചെയ്തു കൊടുക്കണമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്തു കൊടുത്ത് അവരെ ഒന്ന് എന്താ പറയുന്നത്, നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഉൾപ്പെടുത്തി വരുമ്പോൾ കുട്ടികൾക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം ആകുമ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും അവർ മത്സരങ്ങളിലെല്ലാം മുൻപേ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരിപാടികൾക്കെല്ലാം കുട്ടികളെയെല്ലാം നമ്മൾ കൊണ്ടുവന്ന് അവരെ എല്ലാവരെയും മത്സരിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശിശുദിനത്തിനോടനുബന്ധിച്ച് അവിടെ നടത്തിയൊരു പരിപാടിയാണ്. അപ്പോൾ അതിന് നമ്മൾ കുട്ടികളെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാം ഒരുവിധം വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള പരിപാടികളെല്ലാം നടത്താനായിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്.
അപ്പോൾ നമ്മളിവിടുന്ന് പോകുമ്പോൾ ആ സമയത്ത് കുട്ടികളാരും വന്നില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം രാത്രിയായി ഈ പരിപാടി തീർന്നപ്പോഴത്തേക്ക് നല്ല ഗംഭീര മഴയായിരുന്നു. അപ്പം ഞാൻ ആ മഴയോടെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കാര്യം എനിക്ക് പിന്നീട് അങ്ങോട്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ നനഞ്ഞ് കുളിച്ചാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഗംഭീരമായ പരിപാടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ വീഡിയോസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്. ഈ സമയമാകുമ്പോഴത്തേക്ക് നല്ല ഗംഭീര മഴയുടെ ആരംഭമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയെല്ലാം ഒരുവിധം തോർന്നതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഏകദേശം 8:30 അപ്പോൾ പിന്നെ നമുക്കൊന്നും പറ്റില്ല എന്നായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പകുതി വെച്ച് കിടക്കുന്നവരെ എടുക്കണമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലൂടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഞായറാഴ്ച വരെ കാത്തിരിക്കുന്നവരേക്കും എല്ലാവർക്കും ബായ്. ഇനി അടുത്ത ഞായറാഴ്ചത്തെ എൻ്റെ ആങ്ങളയുടെ കല്യാണവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ബായ്.